ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ ചില തട്ടിപ്പുകൾ നടന്നു, ചില യോഗ്യതയില്ലാത്തവരെ ഉൾപ്പെടുത്തി എന്നാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ബോധപൂർവമായ തട്ടിപ്പാണെന്ന് തോന്നുന്നുണ്ടോ, അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ പറ്റിയ പിഴവാണെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ ഒരു നിലപാട്? ഇല്ല, ശബരിമല എന്ന് പറയുന്ന ആ ഹിന്ദുക്കളുടെ പുണ്യ കേന്ദ്രമായിട്ടുള്ള കോടിക്കണക്കിന് ആൾക്കാർ അവിടെ എത്തിച്ചേരുന്ന ഈ പുണ്യ സങ്കേതം അത് പരിപൂർണമായും നശിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം എല്ലാ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും ഇവർക്കൊന്നും ഈ ശബരിമല സംരക്ഷിക്കണം എന്ന ഒരു ആഗ്രഹം ഇവർക്കാർക്കും ഇല്ല. കാരണം അതിന്റെ വേറൊരു പ്രത്യക്ഷ രൂപമാണ് ഈ വാർത്ത ശരിയാണെങ്കിൽ നിങ്ങളിപ്പം വെളിയിൽ വിട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കാരണം യോഗ്യതയില്ലാത്ത ഒരാൾ ശബരിമലയിലെ ഉള്ളിൽ കയറി, സോപാനത്തിനുള്ളിൽ കയറി ശബരിമലയിലെ മൂലവിഗ്രഹത്തെ തൊടുക, ആ മൂലവിഗ്രഹത്തിൽ പൂജ ചെയ്യുക എന്ന് പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം മാരകമായ തെറ്റ് വേറെ എന്താ ഉള്ളേ? അതിനപ്പുറം മാരകമായ ഒരു വലിയ വഞ്ചന എന്ന് വേണമെങ്കിൽ പറയാം. ഭക്തജനങ്ങളോടുള്ള ഒരു മാരകമായ വഞ്ചന. അത് ദേവസ്വം ബോർഡ് ചെയ്താലും, അത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ചെയ്താലും, അത് ഈ ശബരിമല മേശാന്തി ചെയ്താലും, ആര് ചെയ്താലും അതൊരു വലിയ വഞ്ചനയാണ്. അപ്പൊ വാസ്തവത്തിൽ ഈ എല്ലാ സ്ഥലത്തും തട്ടിപ്പുകാരുണ്ട്. നമുക്കറിയാം, സന്യാസിമാർ, തട്ടിപ്പുകാരായിട്ടുള്ള സന്യാസിമാരുണ്ട് എന്ന് രാമായണത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. രാവണൻ സന്യാസി വേഷത്തിലാണ് വന്നത്. അപ്പൊ തട്ടിപ്പുകാരായിട്ടുള്ള ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ ഈ തട്ടിപ്പാണ് എന്ന് കണ്ടെത്തേണ്ട ചുമതല ആർക്കാണ്? അതിനാണ് ലക്ഷ്മണരേഖ. ആ ലക്ഷ്മണരേഖയിൽ നിന്നുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഇവിടെ ലക്ഷ്മണരേഖയില്ല. ആർക്കും എന്തു തോന്നിവാസവും ചെയ്യാം, ആർക്കും തട്ടിപ്പിന് കൂട്ടുനിൽക്കാം. അത് ദേവസ്വം ബോർഡും കൂട്ടുനിൽക്കും, മുഖ്യമന്ത്രിയും കൂട്ടുനിൽക്കും, ദേവസ്വം മന്ത്രിയും കൂട്ടുനിൽക്കുന്ന ഒരു ദുരവസ്ഥയിലേക്കാണ് കേരളത്തിലെ ഈ ക്ഷേത്രഭരണം പോകുന്നത്. അതിന് ഒന്നാമത്തെ കാരണം ഈ ഗവൺമെന്റ് ക്ഷേത്രങ്ങൾ കൈയടക്കി വെക്കുന്നതാണ്. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം. കാരണം ഒരു താല്പര്യവും ക്ഷേത്രത്തിനോട് താല്പര്യമില്ലാത്ത ആളുകൾ, ക്ഷേത്രത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, വിശ്വാസമില്ലാത്ത ആളുകൾ, ക്ഷേത്ര ആചാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ കണ്ടല്ലോ. വളരെ ബോധപൂർവമായിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന മറ്റൊരു ഉന്നത പോലീസുകാരൻ 2 സ്ത്രീകളെ കടത്തിക്കൊണ്ട് അതിനുള്ളിൽ കൊണ്ടുവന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സത്യസന്ധമായ കാര്യത്തിൽ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ആ ക്ഷേത്രത്തെ തകർക്കാൻ, ശബരിമലയെ തകർക്കാൻ, ശബരിമല മാത്രമല്ല ഉന്നതമായ ഹിന്ദു മൂല്യങ്ങളുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് നിങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ശബരിമല അയോഗ്യനായിട്ടുള്ള അല്ലെങ്കിൽ അയോഗ്യതയുള്ള മേൽശാന്തി മാത്രമല്ല കുറ്റക്കാരൻ. ഇപ്പൊ മേൽശാന്തിയെ കുറ്റക്കാരനാന്ന് പറഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ല. ഇതിന്റെ പിന്നിൽ ഒരു കിടൻ അജണ്ടയുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു തട്ടിപ്പ് സംഘമുണ്ട്. ഇത് ഞങ്ങൾ പണ്ടേ ശാന്തിയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള തീരുമാനങ്ങൾ വരുമ്പോഴും ഈ കാര്യം പറഞ്ഞത് സുതാര്യമല്ല, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതടക്കം സുതാര്യമല്ല കാര്യങ്ങളെന്ന് ഞങ്ങൾ പണ്ടേ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാറുള്ളതാണ്. ഇപ്പൊ അത് വളരെ കൃത്യമായിട്ട് വെളിയിൽ വന്നിരിക്കുകയാണ്. സർക്കാർ ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കാരണം സതീശന്റെ സർക്കാർ പിണറായി വിജയനെതിരെ സ്വർണ്ണക്കൊള്ളയുടെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വോട്ട് നേടി അധികാരത്തിൽ വന്നതാണ്. അപ്പൊ എന്താണ് സർക്കാരിന്റെ തീരുമാനം? എന്താണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം? ഇതറിയാനാണ് ഇവിടുത്തെ ഹിന്ദു ജനങ്ങളുടെ, ഹിന്ദു ഭക്തന്മാരുടെ, അയ്യപ്പ ഭക്തന്മാരുടെ ആഗ്രഹം. ഈ തട്ടിപ്പിനെതിരെ ഹിന്ദു ഭക്തന്മാർ രംഗത്ത് വരണം. ശരി, വളരെ നന്ദി ശ്രീ ബി ഗോപാലകൃഷ്ണൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.